സെയിൽസ് പ്രൊഫഷനിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട സ്കില്ലാണ് നെഗോസിയേഷൻ സ്കിൽ. 5 നെഗോസിയേഷൻ ടെക്നിക്കുകൾ സെയിൽസിലുള്ളവർക്ക് വേണ്ട 5 നെഗോസിയേഷൻ ടെക്നിക്കുകൾ, അതിനെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ സ്കില്ലെന്ന് പറയുന്നത് പ്രൈസിൻ്റെ കാര്യത്തിലാണ് കൃത്യമായിട്ട് നെഗോസിയേഷൻ കൂടുതലായിട്ട് നടക്കുക. പ്രൈസിനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രിപ്പയർ ഓഫർ പ്രൈസ് ആൻഡ് പ്രിപ്പയർ OP ആൻഡ് BP. ഓഫർ പ്രൈസും ബോട്ടം പ്രൈസും എത്രയാണെന്ന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ നാം കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓഫർ പ്രൈസാണ്. അത് നെഗോസിയേഷന് സാധ്യത ഉള്ളത് കൊണ്ട് ഉയരത്തിലുള്ള അല്ലെങ്കിൽ കുറച്ചധികം ഉള്ള പ്രൈസായിരിക്കും കൊടുക്കുക. അതാണ് ഓഫർ പ്രൈസ്. BP എന്ന് പറയുന്നത് ബോട്ടം പ്രൈസാണ്. ബോട്ടം പ്രൈസ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയണം. അതിനർത്ഥം അതിലും താഴെ നമുക്ക് പോകാൻ പറ്റില്ല. ബോട്ടം പ്രൈസ്, ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, അത് രണ്ടും പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ടെക്നിക്ക്. രണ്ടാമത്തത് ബി ഡംപ്. ഡംപാവുക എന്ന് പറഞ്ഞാൽ, ഡംപെന്ന് പറഞ്ഞാൽ എന്താ? ഡംപെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിവില്ലാത്ത ആളാവുക എന്നാണ്. അതിൻ്റെ അർത്ഥം എതിർവശത്തിരിക്കുന്ന ആൾ കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളാണ് സെയിൽസിലുള്ള ആളാണ് എങ്കിൽ നിങ്ങൾ ഡംപാവുക, സംസാരിക്കാതെ മിണ്ടാതിരിക്കുക. സ്മാർട്ടായിട്ട് കൂടുതലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അങ്ങേ വശത്തുള്ള ആൾ നിങ്ങളെ ഓവർ സ്മാർട്ടായിട്ട് പരിഗണിച്ചിട്ട് നിങ്ങളെ ചിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കും. പകരം നിങ്ങൾ വിചാരിച്ചാലേ ഈ ഡീല് നടക്കുള്ളൂ എന്നുള്ള രൂപത്തിൽ ഡംപാവുക. ഇവിടെ മാത്രമേ ഡംപാവേണ്ടതുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രസൻറ്റേഷൻ്റെ സമയത്തും ഡെമോൺസ്ട്രേഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾ സംസാരിക്കുക തന്നെ വേണം. ഇവിടെ ഡംപാവണം, ഊമയാവണം. ഊമയായി കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കാതിരിക്കും. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും അങ്ങേ വശത്തിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ബി എ ഡംപ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് നെഗോസിയേഷനിൽ പ്രിപ്പയർ വേരിയബിൾസ്. പ്രിപ്പയർ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നാം ഒരു പ്രൈസ് കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിൽ ആ പ്രൈസിൻ്റെ കാര്യത്തിൽ അവർ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രൈസിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം കോംപ്രമൈസ് ചെയ്തിട്ടും നമുക്ക് വേറെ ചിലതിൽ എന്തെങ്കിലുമോ ചെയ്തു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ഡെലിവറി നേരത്തെ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്ട്രാ വാറണ്ടി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആഡ് ഓൺ പ്രോഡക്റ്റ് വല്ലതും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും, ആക്സസറീസ് കൊടുക്കാൻ പറ്റും, പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ആക്കി വെക്കുക, പ്രിപ്പയർ വേരിയബിൾസ്. നാലാമത്തത് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് പ്രൈസിങ്. പ്രൈസിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്, ഞാൻ നിങ്ങൾക്കും നിങ്ങൾ എനിക്കും വേണ്ടപ്പെട്ട പാർട്ട്ണറാണ് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനും ഉണ്ടാവും, തീർച്ചയായിട്ടും നമുക്കും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ കസ്റ്റമറോട് പറയുക, ചെറിയ ചെറിയ പ്രൈസിൻ്റെ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണ്ട. കാലങ്ങളായിട്ടുള്ള നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിത് നല്ല രൂപത്തിലേ വന്ന് ഭവിക്കൂ എന്ന് കൃത്യമായിട്ട് കസ്റ്റമറെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക. അതാണ് പാർട്ട്ണർഷിപ്പ് പ്രൈസിങ് എന്ന് പറയുന്നത്. നെഗോസിയേഷനിൽ അഞ്ചാമത്തെ എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമർ ഒരു ക്ലോസിംഗ് ഫിയർ ഉണ്ടാവും. ഒരു പ്രോഡക്റ്റ് ഒരു പ്രൈസിന് വാങ്ങുകയാണെങ്കിൽ വാങ്ങിയ കസ്റ്റമറിന് ചിന്ത ഉണ്ടാവും, ഞാനിത് പറ്റിക്കപ്പെട്ടു പോയോ, ഞാൻ വലിയ പ്രൈസിന് വാങ്ങിപ്പിച്ചു പോയോ, ഇരയാക്കപ്പെട്ടു പോയോ എന്നെല്ലാം ചിന്തിക്കും. അങ്ങനെ ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാകും. ആ ചിന്ത നീക്കി കൊടുക്കുന്നതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കസ്റ്റമറോട് പറയാം, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ സംശയമുണ്ടാകും, ഒരു കാരണവശാൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല. നിങ്ങൾ ഏറ്റവും നല്ല ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഏറ്റവും നല്ല സപ്ലയറുടെ കയ്യിൽ നിന്ന് ഏറ്റവും ഉചിതമായ പ്രൈസിനാണ് കിട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഉറപ്പിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും എന്നെ കോൺടാക്റ്റ് ചെയ്യാം, എന്നെ ബന്ധപ്പെടാം, ഞാൻ സംശയം ദൂരീകരിക്കുന്നതായിരിക്കുമെന്നുള്ള അഷ്വറൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നെഗോസിയേഷൻ ഏറ്റവും നല്ല നെഗോസിയേഷനായിട്ട് മാറും. ഇതാണ് 5 നെഗോസിയേഷൻ ടെക്നിക്ക് സെയിൽസ് പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്.